ഇക്കൊല്ലത്തെ പൊങ്കൽ സിനിമകളിൽ ജനനായകൻ പോലെ തന്നെ എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയാണ് പരാശക്തി. അപ്പോൾ ശിവകാർത്തികൻ്റെ 25ാമത്തെ സിനിമ എന്ന പേരിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നതും ഇത് ശ്രദ്ധിക്കപ്പെട്ടതും. പിന്നെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരാശക്തിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജയം രവി ഇതിൽ വില്ലൻ വേഷം ചെയ്യുന്നു എന്നുള്ളതാണ്. ജയം രവി ഇതിന് മുമ്പ് ചില സിനിമകളിൽ നെഗറ്റീവ് ടച്ചുള്ള റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതുപോലെ ഒരു വില്ലൻ വേഷം ജയം രവി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു മാറ്റം വരുത്താവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജയം രവിയുടെ ഒരു കരിയർ ജേണി ഏകദേശം ഒരു 23 വർഷമൊക്കെ നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട്, അതുപോലെ തന്നെ നായകനായി തിളങ്ങി നിന്ന് പിന്നീട് വില്ലൻ വേഷങ്ങൾ ചെയ്യേണ്ടി വന്ന കുറച്ച് നടന്മാർ, അതിനുശേഷം അവരുടെ കരിയറിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ അതൊക്കെ എന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് ജയം രവിയുടെ ഒരു ജേണി എന്നാണ്. അദ്ദേഹം ശരിക്കും ഒരു സിനിമാ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. എഡിറ്റർ മോഹൻ, അദ്ദേഹം നിർമ്മാതാവും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ജനിക്കുന്നു. ഇതിൻ്റെ ചേട്ടൻ നമുക്കറിയാം ജയം രാജ എന്നാണ് പേര്. കാരണം ജയം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ഇവർക്കൊക്കെ പേര്. ശരിക്കും എം രാജ, അതുപോലെ തന്നെ രവി മോഹൻ, ഇപ്പോൾ പേര് മാറ്റിയല്ലോ, അദ്ദേഹം രവി മോഹൻ എന്നുള്ള പേരിലോട്ട് മാറി. അപ്പോൾ ശരിക്കും വളരെ എന്താ പറയുക, കുട്ടിക്കാലത്തൊക്കെ ഒരു തെലുങ്ക് സിനിമകളിലൊക്കെ സുമൻ്റെ ഒക്കെ ബാലതാരമൊക്കെ ചെയ്തിട്ടാണ് ജയം രവി തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വലുതായ ശേഷം സിനിമയുടെ ഒരു പാഷനൊക്കെ തുടങ്ങിയ സമയത്ത് ആളവന്താൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമുക്കറിയാം, കമലഹാസൻ്റെ ഒരു ഡബിൾ റോൾ സിനിമയാണത്. അതിൽ സുരേഷ് കൃഷ്ണയാണ് ഡയറക്റ്റ് ചെയ്തത്. സുരേഷ് കൃഷ്ണയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അന്നൊരു സിനിമയിൽ വന്നു. കാരണം അന്ന് നമുക്കറിയാം ഇവരൊക്കെ പല നെപ്പോ കിഡ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇവരൊക്കെ വരുന്നതിന് മുമ്പ് സിനിമയൊക്കെ ശരിക്കും പഠിച്ചിട്ടാണ് വരുന്നത്. അതിൽ നമ്മുടെ തമിഴിൽ കാർത്തി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബോളിവുഡിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കമലഹാസൻ്റെ ആ ഒരു സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ആ ഒരു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ സിനിമയെ കുറിച്ച് പഠിച്ചിട്ടാണ് ജയം രവി നായകനായിട്ട് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ചേട്ടൻ തന്നെയാണ് നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ജയം എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ജയം രവി ചെയ്ത ഒരു സിനിമകളുടെ സെലക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അന്ന് ഒരുപക്ഷെ ചേട്ടനും അച്ഛനൊക്കെ കൂടി തന്നെ പറഞ്ഞു കൊടുത്തതായിരിക്കും. കാരണം ജയം, അത് കഴിഞ്ഞിട്ട് എം കുമരൻ എന്ന് പറയുന്ന ഒരു സിനിമ, പിന്നീട് സന്തോഷ് സുബ്രഹ്മണ്യം എന്നൊരു സിനിമ, സംതിങ് എന്നൊരു സിനിമ, ഈ 4 സിനിമകൾ, ഇതിനിടയ്ക്ക് വേറെ സിനിമകളുണ്ട്. ഞാൻ ഈ ഹൈലൈറ്റ് പറഞ്ഞ ഈ 4 സിനിമകളും റീമേക്ക് സിനിമകളാണ്. ശരിക്കും തെലുങ്കിൽ ഹിറ്റായ സിനിമകളൊക്കെ തന്നെയാണ് തമിഴിലോട്ട് കൊണ്ടുവന്നിട്ട് ജയം രവിക്ക് ആപ്റ്റ് എന്ന് തോന്നുന്ന ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അവിടെ ചേട്ടൻ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ജയം രവിനെ ജയിപ്പിച്ച് ഒരു എന്താ പറയുക, നമ്മളൊരു ബാങ്കബിൾ സ്റ്റാർ അല്ലെങ്കിൽ വളരെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനായിട്ട് മാറ്റിയെടുത്തത്. അതിൽ ഈ ജയം എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും അന്ന് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. സിനിമയാണ്, അതിലെ പാട്ടുകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അതോടുകൂടി ജയം രവി എന്ന പേര് വന്നു. ഇത് കഴിഞ്ഞിട്ട് ആ രണ്ടാമത്തെ സിനിമ എം കുമരൻ എന്ന് പറയുന്നൊരു സിനിമ അന്ന് കേരളത്തിലും ജയം രവിക്ക് ഒരു മാർക്കറ്റ് തുടങ്ങിക്കിട്ടാൻ ഒരു എന്താ പറയുക തുടക്കം കുടിച്ച ഒരു സിനിമ തന്നെയാണ്. അതും അത്യാവശ്യം നന്നായിട്ട് കളക്ട് ചെയ്തൊരു സിനിമയാണ്. അതിന് അവിടെ ജയം രവിക്ക് തമിഴ്നാട്ടിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് വന്ന് കിട്ടിയിരുന്നു. ആ ഒരു സിനിമയിൽ ചെറിയൊരു റോള് വിജയ് സേതുപതി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജയം രവിയുടെ ഇൻട്രൊഡക്ഷൻ സീനാണെന്ന് തോന്നുന്നു വിജയ് സേതുപതി കുറേ സിനിമകൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹം 2004 മുതൽ 2008, 2009 എടുത്തതിനെ കുറേ സിനിമകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ധനുഷിൻ്റെയൊക്കെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ജയം രവി വിജയ് സേതുപതി അഭിനയിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദാസ് എന്ന് പറയുന്നൊരു സിനിമ, അത് 3ാമത്തെ സിനിമയാണ്. ദാസാണ് അതുവരെയുള്ള ജയം രവിയുടെ സിനിമകളിലെ ഏറ്റവും വലിയ ഒരു ഓപ്പണിംഗ് കൊടുത്ത സിനിമ. പക്ഷേ ഈ മറ്റ് 2 സിനിമകളുടെ അത്രയ്ക്കൊന്നും ഒരു ലോങ് റണ്ണിൽ കളക്ഷനൊന്നും പോരുന്നില്ല. ഇത് കഴിഞ്ഞ് സംതിങ് 2006 ഹിറ്റായി. ദീപാവലി എന്ന് പറയുന്ന ഒരു സിനിമ, ഭാവന നായിക ഒരു സിനിമ 2007 ഹിറ്റ്. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ 2002 മുതൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു ടോപ്പ് 10 സിനിമകളിൽ അതിലൊരു ജയം രവി സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സ്റ്റാർഡം ഇങ്ങനെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തിൻ്റെ ഒരു വാല്യൂ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നൊരു സമയമായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ദാംധൂം എന്ന് പറഞ്ഞ 2008 ഒരു സിനിമ, അതന്ന് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷേ അതിലെ പാട്ടുകളും അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും ജയം രവിയുടെ പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇത് തന്നെ 2010 ശേഷം എടുത്തു കഴിഞ്ഞാൽ ജയം രവി കുറച്ച് മാസ് റോൾസും ക്ലാസ് റോൾസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അദ്ദേഹം കുറച്ച് സയൻസ് ഫിക്ഷൻ റോളുകൾ, പിന്നെ നമുക്കറിയാം വേറെ തരത്തിലുള്ള കുറച്ച് റോൾസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ആദി ഭഗവാൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഹീറോ ആയിട്ടും വില്ലനായിട്ട് ചെയ്തു. അതിലാണ് ജയം രവിയുടെ ചെറിയൊരു വില്ലനിസം ഉള്ള ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വില്ലനായിട്ട് ചെയ്യാനുള്ളൊരു കാലിബർ അന്നേ നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളതാണ്.
ഇത് കഴിഞ്ഞ് പിന്നെ തനി ഒരുവൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൻ്റെ ഇടയ്ക്ക് കുറേ സിനിമകളുണ്ട്, ഞാൻ എല്ലാ സിനിമകളെ കുറിച്ച് പറഞ്ഞു പോകുന്നില്ല. തനി ഒരുവൻ എന്ന് പറയുന്ന ചേട്ടൻ തന്നെ ചെയ്തിട്ട് സിനിമയിൽ അത് ശരിക്കും ജയം രവിയാണ് ഹീറോ എങ്കിലും കയ്യടി കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത് അവിടെ അരവിന്ദ് സ്വാമിയുടെ. കാരണം അരവിന്ദ് സ്വാമി നമുക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റോൾസ് മാത്രം ചെയ്ത് നടന്നിട്ടുള്ള ഒരു നടനാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്കും അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി അതിനുശേഷം മണിരത്നത്തിൻ്റെ കടൽ എന്ന് പറയുന്ന സിനിമയിലൂടെ വീണ്ടും വന്നു. പക്ഷെ പിന്നെ നമുക്കൊരിക്കലും അദ്ദേഹത്തിന് ഞെട്ടിക്കുന്ന ഒരു പെർഫോമറായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ടാണ് അരവിന്ദ് സ്വാമി ഒരു കൊടും വില്ലനായിട്ട്, എന്താ പറയുക, അത് വേറെ തരത്തിലുള്ളൊരു വില്ലൻ. നമുക്കറിയാം അങ്ങനെ ഭയങ്കര ലൗഡ് വില്ലനല്ല, ഒരു കോർപ്പറേറ്റ് ലുക്കിൽ വരുന്നത്. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൽ അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ ഒരു കോർപ്പറേറ്റ് ജീവിതം നയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. അപ്പോൾ പറഞ്ഞു വന്നാൽ ജയം രവി അതിൽ ഹീറോ ആണ്. പക്ഷേ അരവിന്ദ് സ്വാമി അപ്പുറത്ത് കയ്യടി കൊണ്ടുപോയി. എങ്കിലും ജയം രവിക്ക് ആ സിനിമ വളരെയധികം ഗുണം ചെയ്തിരുന്നു. കാരണം ഒരു പോലീസ് ഓഫീസർ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജയം രവിക്ക് അത് എന്താ പറയുക, അദ്ദേഹത്തിന് നമുക്ക് ആ ജയം മുതൽ ആ സിനിമ എടുത്തു കഴിഞ്ഞാലുള്ള ജയം രവിയുടെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. ഇത് കഴിഞ്ഞ് പിന്നെ കോമാളി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ അധികം ചെയ്തിട്ട് പിന്നെ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന മണിരത്നത്തിൻ്റെ ഒരു സിനിമ, അതിലും ഈ പറഞ്ഞ പോലെ മൾട്ടി സ്റ്റാർ സിനിമയാണ്. പക്ഷേ അതിൽ ആ ഒരു രാജാവും ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ജയം രവിക്ക് അത് വളരെയധികം ഗുണം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജയം രവിയുടെ അതിന് ശേഷമുള്ള കുറച്ച് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ സൈറൻ, ഇരൈവൻ, ബ്രദർ എന്ന് പറയുന്നൊരു സിനിമയൊക്കെ, ഇതൊക്കെ ശരിക്കും അത്യാവശ്യം ഒന്ന് തിയേറ്ററിൽ വലിയ കാര്യമായിട്ട് വിജയിച്ചില്ല. ജയം രവി എന്ന് പറയുന്ന നടൻ്റെ ഒരു എന്താ പറയുക കരിയർ, അദ്ദേഹത്തിൻ്റെ ഒരു നടൻ്റെ താരമൂല്യത്തിനെയൊക്കെ കുറച്ചൊരു മങ്ങലേൽപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ പറയുന്ന സിനിമകളൊക്കെ. പിന്നെ കാതലിക്ക് നേരമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഒരു സിനിമ ഇറങ്ങിയിരുന്നു. അത് പക്ഷേ ഒരു ചെറിയൊരു സിനിമയായിരുന്നു. ഉദയനിധി സ്റ്റാലിൻ്റെ ഭാര്യയാണ് ആ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തത്, നിത്യമൻ്റെ പേരായിരുന്നു. അത് OTT-യിലൊക്കെ വന്നിട്ട് അത്യാവശ്യം അഭിപ്രായമൊക്കെ കിട്ടിയെങ്കിലും ജയം രവിക്ക് അതൊരു വലുതായിട്ടൊരു ഗുണം കിട്ടിയിരുന്നില്ല. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും ഫാമിലി ലൈഫിലെ കുറേ പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനിടയ്ക്കാണ് ജയം രവി ഇനി അങ്ങോട്ട് ഇതിനിടയ്ക്ക് തഗ് ലൈഫ് എന്ന് പറയുന്നൊരു സിനിമ, അതിലും ജയം രവിനെ വിളിച്ചിരുന്നതാണ്. നമുക്കതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് ദുൽഖറും ജയം രവിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും മാറിയിട്ട് പിന്നീട് അശോക് സലിവനും സിലംബരഷനും ഒക്കെയാണ് ആ റോള് ചെയ്തത്. ഇത് കണ്ട് ജയം രവി ചെയ്യാൻ പോകുന്ന ഒരു റോൾ എന്തായിരിക്കും എന്നുള്ളൊരു കാത്തിരിപ്പിലാണ്. അദ്ദേഹം രവി മോഹൻ സ്റ്റുഡിയോസ് എന്നൊരു പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കുറച്ച് സിനിമകൾ വരുന്നുണ്ട്. അതിലൊരു സിനിമയിൽ അർജുന അശോകനും അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. ഇതിൽ ഇടയ്ക്കാണ് പരാശക്തി. ശരിക്കും പരാശക്തി ആദ്യം സൂര്യ ചെയ്യുന്ന സിനിമയായിരുന്നു സുധാ കോങ്കര ഡയറക്റ്റ് ചെയ്യുന്നത്. അന്ന് സൂര്യ ആയിരുന്നപ്പോൾ വിജയ് ശർമ്മ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് നടൻ, അദ്ദേഹം വില്ലനായിട്ട് അഭിനയിക്കുന്നു. ഇതിൽ ഒരു ബ്രദറിൻ്റെ റോള് ദുൽഖർ ചെയ്യുന്നു എന്നൊക്കെയാണ്. പിന്നീട് ദുൽഖറിൻ്റെ റോളിലേക്ക് അഥർവ വന്ന് ആ ഒരു വില്ലൻ റോളിലേക്കാണ് ജയം രവി വന്നത്. അപ്പോൾ ജയം രവി ശിവകാർത്തികിനെക്കാട്ടൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നടനാണ്. അപ്പോൾ ജയം രവി ആ റോള് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് നമുക്കറിയാം പല നടന്മാരും ഇതുപോലത്തെ ഒരു തന്നെക്കാളും ജൂനിയറായ ഒരു നായകൻ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ സഹനടൻ വേഷമോ ചെയ്യാൻ മടിക്കുന്ന ഒരു സമയമാണ്. അത് എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമ SK25 എന്നുള്ള അനൗൺസ്മെൻറ്റ് ജയം രവി വില്ലനായിട്ട് വരുന്നു. ഇപ്പോൾ അതിൻ്റെ പുതിയ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതിലെ ആദ്യത്തെ പേര് ജയം രവിയുടെ പേരാണ്. ജയം രവിയും അതായത് രവി മോഹൻ SK, അത് കഴിഞ്ഞ അഥർവ, ഇങ്ങനെയാണ്. പിന്നെ അതിൻ്റെ ഓഡിയോ ലോഞ്ച് സമയത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SK ശിവകാർത്തികൻ വളരെയധികം ജയം രവിനെ പുകഴ്ത്തി ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു. ജയം രവിയും പറഞ്ഞു ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്, എനിക്ക് SKയുടെ 25ാമത്തെ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത്, സുധാ കോങ്കര മാമിൻ്റെ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്, വളരെ സന്തോഷമുണ്ട്. എൻ്റെ സാധാരണ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമകളെക്കാട്ടും കൂടുതൽ സന്തോഷത്തോടുകൂടി ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത് എത്രത്തോളം ഒരു മാറ്റം വരും, ഈ സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് ജയം രവിയുടെ കരിയറിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്ക് പറയുകയാണെങ്കിൽ ജയശങ്കർ എന്ന് പറയുന്ന ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു തമിഴ് സിനിമയിൽ. അദ്ദേഹം രജനീകാന്തിനെ കമലഹാസനെക്കാട്ടും സീനിയറാണ്. അദ്ദേഹം രജനീകാന്തിനെ മുരട്ടുകാളയെന്നുള്ള സിനിമയിലാണ് ആദ്യമായിട്ടൊരു നെഗറ്റീവ് റോളിലോട്ട് വരുന്നത്. അന്ന് രജനീകാന്ത് പോലും പറഞ്ഞു അദ്ദേഹം ഒരു ഹീറോയാണ്, അപ്പോൾ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ജയശങ്കർ അതിൽ വില്ലനായിട്ട് വന്നു. പിന്നീട് ജയശങ്കർ വില്ലനായിട്ടും ക്യാരക്ടറായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും രജനി കമലിൻ്റെ മുകളിലോട്ടുള്ള ഒരു താരമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം സ്വയം ഒരു പ്രായവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നത് മറ്റേ ശിവകുമാറാണ്, നമ്മുടെ സൂര്യയുടെ കാർത്തിയുടെ അച്ഛൻ ശിവകുമാർ. ഇതുപോലെ രജനീകാന്തിനെ കമലഹാസനെക്കാളും സീനിയറാണ്. അദ്ദേഹം താരമൂല്യമുള്ള സമയത്ത് തന്നെയാണ് ജൂനിയർ ആയിരുന്ന രജനീകാന്തിന് ഒരു പോസിറ്റീവ് ക്യാരക്ടർ കിട്ടിയ സിനിമയിൽ ഒരു തുല്യ സ്ക്രീൻ പ്രസൻസ് ആണ്. പക്ഷെ അതിൽ ഭുവന ഒരു കേൾവിക്കുറി എന്ന് പറഞ്ഞ 77 ഇറങ്ങിയൊരു സിനിമയാണ്. അതിൽ ആ ഒരു നെഗറ്റീവ് റോള് ചെയ്തത് ശിവകുമാറാണ്. പക്ഷേ അത് ഡയറക്ടർ ഒരു മാറ്റം വരുത്തിയതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ശിവകുമാറിന് ഒരു നെഗറ്റീവ് റോളും അപ്പുറത്തെ രജനീകാന്തിന് ഒരു പോസിറ്റീവ് റോളും കൊടുത്തു. പക്ഷേ ആ സിനിമ ഇറങ്ങിയ ശേഷം
രജനീകാന്തിന് വളരെ ഗുണം ചെയ്തു. ശിവകുമാറിന് അത് രണ്ട് രീതിയിലാണ് ശിവകുമാറിന് അത് ബാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയത്തിന് കയ്യടി കിട്ടി, പക്ഷെ അദ്ദേഹത്തിൻ്റെ താരമൂല്യത്തിന് ചെറുതായിട്ടൊന്ന് ബാധിച്ചു എന്നൊക്കെ അന്ന് പല ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പുതിയ തലമുറ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിജയും അജിത്തും ഒക്കെ അവർ തന്നെ അഭിനയിച്ച, അവർ ഹീറോ ആയിട്ട് അഭിനയിച്ച ഡബിൾ റോൾ സിനിമകൾ, നമ്മുടെ വാലി പോലത്തെയോ അല്ലെങ്കിൽ അഴകി തമിഴ് മകൻ പോലത്തെ സിനിമകളിലൊക്കെ നായകനും വില്ലനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂര്യ 24 എന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ഹീറോൻ്റെ സിനിമയിൽ വില്ലനായിട്ട് അധികം പേരൊന്നും അങ്ങനെ കഴിഞ്ഞ കുറച്ച് നമ്മളൊരു 15 വർഷം 20 വർഷം എടുത്ത ആ ഒരു ജനറേഷനിലൊന്നും ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ആര്യ അല്ലു അർജുൻ്റെ വില്ലനായിട്ട് വന്നിട്ടുണ്ട്, വിശാൽ വന്നിട്ടുണ്ട്, വിനയ് റോയ് ഇപ്പോൾ വില്ലനായിട്ട് മാറി, വിജയ് സേതുപതി വില്ലനായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെക്കാട്ടൊക്കെ താരമൂല്യമുള്ള ഞാൻ ഈ പറഞ്ഞ ആര്യയോ അല്ലെങ്കിൽ വിശാലോ വിനയ് റോയോ വിജയ് സേതുപതിയെക്കാട്ടും കൂടുതൽ സോളോ ഹിറ്റുകളുള്ള ഒരു നടനായിരുന്നു ജയം രവി, നടനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു മാറ്റം, ഇങ്ങനൊരു തീരുമാനം ഒരു ധൈര്യപൂർവ്വം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി അങ്ങോട്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം നായകനായിട്ടും വില്ലനായിട്ടും ഒക്കെ തിളങ്ങട്ടെ. അതാണ് ഒരു ജയം രവിയുടെ ആരാധകരുടെ രീതിയിലും അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു അഭിപ്രായം.